എക്സ്പ്ലോർ ഹോളിഡേയ്സ് പാലാട് വഴിക്കടവ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ജനഹിതത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോഴും ഇവിടെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കര ഡിവിഷനിൽ തന്നെയാണ് ഉള്ളത്. എടക്കര ഡിവിഷനിൽ തീവാറുന്ന മത്സരമാണ് നടക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ കാണുകയുണ്ടായി. പല സ്ഥാനാർത്ഥികളോടും പ്രവർത്തകരോടും വോട്ടർമാരോടുമൊക്കെ നമ്മൾ സംവദിക്കുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ കൂടെ ചേരുന്നത് പ്രിയപ്പെട്ട ജയകൃഷ്ണൻ മാഷാണ്, ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വളരെ സജീവമാണ്. ഇപ്പോൾ സമയമേറെ വൈകിയാണെങ്കിലും ആ പ്രവർത്തനത്തിനിടയിൽ നിന്ന് അദ്ദേഹത്തെ നമ്മൾ വലിച്ചതായി ഇവിടത്തേക്ക്, നമ്മുടെ മൈക്കിന് മുമ്പിലേക്ക്, നമ്മുടെ ക്യാമറയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നമസ്കാരം. നമസ്കാരം. എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങൾ? വളരെ ഉഷാറായി പോകുന്നു. അടിപൊളി. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ആദ്യമാണ് എന്നുള്ളത് കൊണ്ട് അല്ലേ? രംഗത്തേക്ക് അതിന് മുന്നേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുക്കാൻ പിടിക്കുകയായിരുന്നു. ഇപ്പൊ ആദ്യമായിട്ടാണ് സ്ഥാനാർത്ഥിയാവുന്നത്. എന്താണ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോഴുണ്ടായിരുന്ന ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ ശേഷമുള്ളൊരു? പിന്നെ കോളേജ് പഠിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായിരുന്നു. 2 വർഷം ഞാൻ കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഇത് നേരെ തിരിച്ചാണ്. നല്ല റെസ്പോൺസ് ആണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ. ഒന്നാമത് LDF സർക്കാരിന്റെ ഒരുപാട് പിന്നെന്താ പറയുക, ജനക്ഷേമപരമായ പദ്ധതികൾ അത് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ഞങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകളുടെ വലിയ സപ്പോർട്ട്, വലിയൊരു പിന്തുണ ഉണ്ട്. പ്രത്യേകിച്ച് അമ്മമാരുടെ, എല്ലാവരുടെയും വളരെ സന്തോഷം. ഉമ്മമാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്, നമ്മളെ എടക്കര ചേർത്ത് വെക്കുന്നത്. ഒരു മാറ്റം വേണമെന്നുള്ള എടക്കരയുടെ ആവശ്യം അത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാവുന്നുണ്ട്, കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പിന്നെ ഇവിടെ ഈ വാർഡിന്റെ ഈ ഡിവിഷന്റെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കുന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് ചില ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചിരിക്കുന്നുള്ളതാണ്. അത് എത്രമാത്രം നമുക്ക് ഗുണകരമാകുന്നതാണ് പ്രതീക്ഷ? അല്ല, അത് പിന്നെ ഗുണകരമാകും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെയാണ്. അത് നമ്മളതിനെ നോക്കുന്നില്ല. നമ്മളുടെ വർക്ക് ഏറ്റവും മനോഹരമായി ചെയ്യുക, അതിനെ എന്താ പറയുക, മാക്സിമത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണല്ലോ മത്സരരംഗത്തേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്, ഒരു ഇതുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പറയാനുള്ളത് പറയുക, നമ്മുടെ എന്താ പറയുക, ജനങ്ങളിലേക്ക് എത്തുക, അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ആവുന്ന സമയത്ത് നമുക്ക് എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിക്കില്ല. 11,000-ലധികം വോട്ടർമാരുണ്ടെന്നാണ്. അപ്പോ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ മാക്സിമം ജനങ്ങളെ നേരിട്ട് കാണാന്നുള്ളതാണ് പാർട്ടി നിർദ്ദേശം. അത് തന്നെയാണ് നടപ്പിലാക്കുന്നത്. എന്നാലും സാറ് പറഞ്ഞ പോലെ 9 വാർഡാണുള്ളത്. അതിലും വലിയ വാർഡാണ്. മുണ്ടേ നിങ്ങൾ തുടങ്ങി എടക്കരയുടെ എല്ലാ ടൗൺ പ്രദേശങ്ങളും ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ എത്തുന്ന രീതിയിലാണ്. അപ്പം ഒരു വലിയൊരു ലെങ്ത് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പക്ഷേ മാക്സിമം ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളൊക്കെ നേരിട്ട് കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നോക്കാം എന്താന്നുള്ളത്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ വാർഡിലൂടെ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒരു ആവശ്യമായിട്ട് പൊതുവിൽ ഉയർന്നു വന്നിട്ടുള്ളത് എന്താണ്? എന്തെല്ലാം ആവശ്യങ്ങളാണ് പൊതുവിൽ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലാവുന്നത് റോഡുകളുടെ ഒരു വലിയ ശോചനീയാവസ്ഥയാണ് എടക്കര പഞ്ചായത്തിൽ. മെയിൻ റോഡ് CNG റോഡാണ്. അതിനകത്ത് ഉണ്ടാകുന്ന ഒരു പ്രയാസം ഒരു സാറ് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഒരു വളരെ ഇടുങ്ങിയ ഒരു പാത CNG. എത്രയോ മുന്നേ, ഇപ്പം നിലമ്പൂരാണെങ്കിൽ പോലും റോഡിന്റെ ഒക്കെ വീതി കൂട്ടി. അപ്പോൾ എന്തുകൊണ്ട് എടക്കരയിൽ 25 വർഷമായി കോൺഗ്രസോട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത അവർക്ക് വരാത്തതെന്നുള്ളത് വലിയൊരു അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഉള്ളേരിയയിലുള്ള ചില റോഡുകളൊക്കെ വളരെ മോശമാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ വീടില്ലാത്തവർക്കുള്ള ഒരു പ്രയാസം, അത് വലിയൊരു പ്രയാസമാണ്. പലരും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഉമ്മമാരൊക്കെയാണ്. അവർക്കൊക്കെ വീടില്ലാത്തതിൻ്റെ വലിയൊരു സങ്കടം. ലൈഫ് പദ്ധതിക്ക് ഇവിടെ ആകെ എടക്കര പഞ്ചായത്തിൽ ആകെ എന്താ പറയുക, അതിങ്ങനെ ഒരു കുളായി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് ആവശ്യമായിട്ടൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നമ്മളൊരു പ്രാമുഖ്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യണമെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എടക്കര ടൗണിലെ റോഡിൻ്റെ ഒരു മോശാവസ്ഥ, ടൗൺ സൗന്ദര്യവൽക്കരണം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോൾ ബ്ലോക്ക് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചില പരിമിതികളില്ലേ? നമുക്ക് സാധ്യമായ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമായ ഒരുപാട് സോഴ്സ് ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്താത്തതിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാട് ലീഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഉപയോഗപ്പെടുത്താത്തതിൻ്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ ഈ നിലമ്പൂർ ഇങ്ങോട്ട് മൊത്തം അനുഭവിക്കുന്നുണ്ട് സാർ. നമുക്ക് വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് സമയത്ത് പലരും അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ ആളുകൾ തന്നെ മന്ത്രിസഭ, മുഖ്യമന്ത്രി അടക്കമുള്ള സമയത്ത് എന്തുകൊണ്ട് ഈ നിലമ്പൂരിനെ ഇങ്ങനെ അവഗണിച്ചു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അന്നൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ നമ്മളിതിനെപ്പറ്റി ഇത്ര ആഴത്തിൽ അറിയുന്നില്ല. ഇപ്പോൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് എന്തുകൊണ്ട് ആ സോഴ്സുകൾ അന്ന് ഉപയോഗിക്കാമായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് സാധ്യമായ സോഴ്സുകളെല്ലാം ജയിച്ചു വരികയാണെങ്കിൽ ഇവിടെ ഉപയോഗപ്പെടുത്തണം.
ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് നമ്മൾ വിജയിപ്പിക്കുന്നത്. അവർ ചോദിക്കണം എന്താ നിങ്ങൾ 5 വർഷം ചെയ്തതെന്നുള്ളത് ചോദിക്കണ്ടേ. ഇപ്പം നമ്മുടെ യുവാക്കൾ എത്ര ആളുകൾക്ക് ഇവിടെ തൊഴിലില്ലാതെ നിൽക്കുന്നുണ്ടെന്ന് അറിയാം. എത്ര പേര് ഇവിടെ എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാം, എന്തൊക്കെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധ്യത ഈ നിലമ്പൂർ ഇങ്ങോട്ട് ഗവൺമെന്റ് പദ്ധതിയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് അമ്മമാർക്ക് ജോലി കിട്ടാവുന്ന സംവിധാനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൂടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സോഴ്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റോഡായാലും ശരി, കൃഷിയായാലും ശരി, ആരോഗ്യ മേഖലയിലായാലും ശരി, എല്ലാ മേഖലയിലും അത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. ചെയ്യും. നമ്മുടെ ഒരു വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മുടെ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണ്? തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഒരു ജനങ്ങളുമായിട്ടുള്ള ഒരു ഇറങ്ങി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസ് തന്നെയാണ് ഞാൻ അതിനകത്ത് ഒരു 100% എന്ന് പറയാൻ കാരണം. മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഞാനും ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള എൻ്റെ എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് വരുന്നത്. രീതി എങ്ങനെയാണ്? പേഴ്സണലായിട്ട് കാണുന്നുണ്ട്, സ്ക്വാഡ് വർക്കുകളുണ്ട്, പിന്നെ എല്ലാ രീതിയിലും മാക്സിമം ചെയ്യുന്നുണ്ട്, ഫോൺ വിളികളുണ്ട്, എല്ലാ രീതിയിലും ചെയ്യുന്നുണ്ട്. ജയകൃഷ്ണൻ ഒരുപക്ഷെ ഈ ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ യുവാക്കളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ആ ഒരു രംഗത്ത് കുറച്ച് സാധ്യതകളുള്ള ഒരാൾ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനൊക്കെ കഴിയുന്ന അല്ലെങ്കിൽ അതിലൊക്കെ നന്നായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. അതൊക്കെ എത്രമാത്രം നമുക്ക് ഇങ്ങനെ ഒരു പ്രചാരണത്തിന് സഹായകമാണ്? സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ജനങ്ങൾ നേരിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനൊക്കെ ഞാൻ അതിനേക്കാളൊക്കെ കൂടുതൽ വിശ്വസിക്കുന്നത് ജനങ്ങൾ നേരിട്ട് കണ്ട് അവരോട് പിന്നെ വോട്ട് ചോദിക്കുക എന്നുള്ള രീതി തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റേത് അവരിങ്ങനെ ഫോണിൽ കണ്ടുപോവുക എന്നുള്ളതല്ലാണ്ട് അതിനകത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതാണല്ലോ മറ്റുള്ള വർക്കുകളൊക്കെ. പക്ഷേ ജനങ്ങൾ നേരിട്ട് കണ്ട് അവരുടെ പ്രയാസങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് വോട്ട് ചോദിച്ച് മുന്നോട്ട് പോവുക, ആ രീതി തന്നെയാണ്. സോഷ്യൽ മീഡിയ മാക്സിമം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, അതും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. രാവിലെ ഒരു 7:30 തന്നെ തുടങ്ങും വർക്ക്, രാത്രി ഏതാണ്ട് ഒരു 9:30-10 മണിയോട് കൂടി അങ്ങനെ ആ രീതിയിലാണ്. ഇനി ഒരു കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ. മാക്സിമം ഓടുക, മാക്സിമം എക്സോർ വൈ ജയം തോൽവി എന്നുള്ളതല്ല, മാക്സിമം ജനങ്ങളെ നേരിട്ട് കാണുക. തീർച്ചയായിട്ടും ആദ്യമായിട്ട് മത്സരരംഗത്ത് ഉണ്ടാവുന്നതിന്റെ ഒരു ചുറുചുറുക്കുണ്ടാവും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓടി കയറുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് ഇപ്പോ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്ക് കുടുംബത്തിന്റെ ഒരു സപ്പോർട്ടും അവരുടെ ഒരു നിലപാടും എന്താണ് ഈ വിഷയത്തിൽ? കുടുംബത്തിന്റെ സപ്പോർട്ട് വേണമല്ലോ, അല്ലാതെ ഞാനത് ചോദിക്കാനുള്ള കാര്യം, നമ്മൾ ഈ മത്സരരംഗത്തേക്ക് പ്രത്യേകിച്ച് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് കുടുംബത്തിന് നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റിമറിക്കും, അവരുടെ ഒരു അസാന്നിധ്യം കൂടുതലായിട്ട് അനുഭവപ്പെടും, പലതിനും കിട്ടൂല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് കുടുംബത്തിന് പൊതുവെ ഉയർന്നു വരാറുള്ളത്. അതുണ്ട്. അത് പിന്നെ ഞാൻ ആദ്യം മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ആദ്യം 10 എന്നുള്ളത് ഇപ്പോൾ ഒരു 12 മണി ആവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രയാസമുണ്ട്. പിന്നെ അമ്മയാണെങ്കിലും വീട്ടിലെ വൈഫ്, അനിയൻ, അങ്ങനെ അനിയൻ്റെ വൈഫ്, എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവരുടെയൊക്കെ ഒരു പിന്തുണ, അവരൊക്കെയാണ് സോഷ്യൽ മീഡിയാസ് നമ്മുടെ സുഹൃത്തുക്കൾ, അത് എടുത്ത് പറയണല്ലോ. നമ്മൾ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നു, അവരുടെ ഒരു സപ്പോർട്ട്. പിന്നെ ഇടക്കരയിലെ നല്ലവരായ ജനങ്ങളെല്ലാവരും തന്നെ, നമ്മൾ കക്ഷി രാഷ്ട്രീയമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ഒരു പിന്തുണ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട്. അതിനിയും എത്രമാത്രം സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. നമ്മൾ മാക്സിമം ഓടും. നമുക്ക് ഇപ്പൊ അധ്യാപകൻ കൂടിയാണല്ലോ, അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഉള്ള ഒരു പ്രതികരണവും കാര്യങ്ങളും എങ്ങനെയാണ്? അല്ല, അത് പിന്നെ ഞങ്ങളുടെ ഒരു ഡിവിഷൻ അല്ല, മീൻസ് അത് പാലക്കാട് ഡിവിഷനാണ്. അതിന്റെ ഒരു പ്രയാസമുണ്ട്. എന്നാലും അധ്യാപകർക്ക് തന്നെ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് റീൽസ് ഒക്കെ ഉണ്ടാക്കി തരുന്നത് അവരാണ്. അവരുടെയൊക്കെ ഒരു പിന്തുണ ഭയങ്കരമാണ്. ഞാനൊക്കെ ചില ആളുകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ അപ്പുറത്ത് നമുക്ക് പിന്തുണ തരുന്ന ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അവർക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാവും, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ചില ആളുകൾ ആ ഒരു രീതിയിൽ പോകുന്നു, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് അങ്ങനെ ഒരാളുടെ അതൊന്നും പ്രശ്നമില്ല. നമുക്ക് നമ്മുടേതായ രീതിയിൽ പോവുക, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ മത്സരിക്കുന്നവരൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളുമാണ്. ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുള്ളൂ, അല്ലാതെ ഞങ്ങൾ എപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പിന്നെ സ്നേഹ സൗഹൃദ ബന്ധങ്ങളെ ഞാൻ അല്ലെങ്കിലും പിന്നെ അതിന് വലിയ വില കൊടുക്കുന്ന ഒരാളാണ്. സൗഹൃദങ്ങൾക്ക് എപ്പോഴും കൂട്ടിച്ചേർത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ പോകുന്നു. തീർച്ചയായിട്ടും ഈ പുഞ്ചിരി എപ്പോഴും മുഖത്ത് ഞാൻ കാണാറുണ്ട്. ഈ പുഞ്ചിരി എല്ലാവരോടും ഉണ്ടാവും. എല്ലാവരും നമുക്ക് ഒരേ സമീപം, നമുക്ക് വേറെ മുഖമൊന്നുമില്ല, ഒറ്റ മുഖം എല്ലാവരോടും. അതിന് നമ്മളിപ്പം എവിടെ പോയാലും, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഇവിടെ പെരുങ്കുളം പള്ളിയിൽ പോയി. ഞാൻ എല്ലാ ക്രിസ്മസിനും അവിടെ പോകുന്ന, എൻ്റെ വൈഫും ഞാനും കുഞ്ഞും അവിടെ പോകും. എവിടെ പോകും? ചുങ്കത്തറ പള്ളിയിൽ പോകും. ഇലക്ഷൻ വന്നുകൊണ്ട് പോകുന്നതല്ല, അതിന് മുന്നേ അവിടെ ഒരു തലേദിവസം അവിടെ പോകും, ഒരു കേക്കൊക്കെ കഴിക്കും, അവിടെ പോകും. അവർക്ക് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്, അന്നാന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ അവിടെ പോകും, കേക്ക് കഴിക്കും, തിരിച്ചു വരും. മോളുണ്ടായതിനു ശേഷം അങ്ങനെ ഒരു പള്ളിയിലൊക്കെ ഇറക്കി ഇങ്ങനെ പോയി തലേദിവസം അവർക്ക് കരോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അതിനൊന്നും ഒരു പ്രത്യേക ഇലക്ഷൻ വരണമെന്നൊന്നുമില്ല. നമ്മുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു ശീലമാണ്. ഉണ്ടാവും. എല്ലാ കൂട്ടായ്മകളിലും ഉണ്ടല്ലോ, നമ്മളെല്ലാത്തിലും ഉണ്ട്. ഏതായാലും ഈ തിരക്ക് പിടിച്ച സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിനുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളെ കണ്ടതിലുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ്. അപ്പൊ ഇനി റിസൾട്ടിന് ശേഷം കാണാം. റെഡി, സെറ്റ്, ഓക്കെ. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.